കുഞ്ഞമ്മേന്ന് വിളിക്കടി. ആരോടും പറയരുത് കേട്ടോ. ആരെങ്കിലും വന്നാൽ കുളിപ്പിച്ചു നോക്കണം. അറിയാലോ ഇത് അച്ഛന്റെ സ്ഥലമാ. നമുക്ക് ആദ്യം തന്നെ വീടിന്റെ പടം വരയ്ക്കാം. എന്താണ് പരിപാടി രണ്ടുപേരും കൂടി? നിന്റെ മമ്മായി അല്ല, അമ്മൂമ്മയാണ്. ശരി ശരി, അമ്മോട് വാ നമുക്ക് വരയ്ക്കാം. എന്താണ് ഇവിടെ രണ്ടും കൂടെ? ഒന്നുമില്ല. ഇതെടുക്കാ രണ്ടുപേരും കളിക്കാന്നോ? കഴിക്കണ്ടേ ഒന്നും? കഴിക്കണ്ടേ രണ്ടുപേർക്കും? ആര് പറഞ്ഞു? അമ്മൂമ്മന്ന് വിളിച്ചാ? ആര്? പാർക്കുഞ്ഞമ്മയെ അമ്മൂമ്മന്ന് വിളിച്ചോ? പാർക്കുഞ്ഞമ്മയെ അമ്മൂമ്മന്ന് വിളിച്ചോ? അതെന്തിനാ അങ്ങനെ വിളിച്ചേ? അതെ, ചുമ്മാ ഞങ്ങള് വിസിൽ മുട്ടായി വാങ്ങൂലേ, അപ്പൊ അത് വിളിച്ചതാ. ആണോ? കാണിച്ചോ? കഴിക്കണ്ടേ ഒന്നും? പിന്നെ കഴിക്കാം. പിന്നെ കഴിക്കാന്നാ? പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വാരി കഴിക്കേണ്ടി വരും. കുഞ്ഞിന് കഴിക്കണ്ടേ ഒന്നും? ചുമ്മാ കഴിക്കാന്നാ? ഇവിടെ കയറി കളിക്കുമ്പോഴേ ചെളിയാവാതൊക്കെ നോക്കണം. നിങ്ങൾ ഈ ചെളിയിലൊക്കെ ചവിട്ടിട്ട് അവിടെ കയറി ഇരിക്കും. അപ്പൊ ചെളിയാവും. ചെളിയായ എന്ത് പറ്റും? അടിക്കും. അതറിയാലോ. വാ കഴിക്കാം, പോവാം. എന്ത് കളിക്കണോ? കളിച്ചാ മതി. അപ്പൊ കഴിക്കണ്ടേ ഒന്നും? അതെന്തി? എന്നാ കളിച്ചോ. ചാടണം, സൂക്ഷിച്ച് ചാടണം കേട്ടാ. ഒന്നാമത്തെ ഇച്ചിരിയേ ഉള്ളൂ. ഇരുന്നോ, ഇരിക്കേ. ഇരുന്ന് കളിച്ചോ. ഞാൻ പാപ്പെടുത്ത് വെക്കാം. എന്നിട്ട് വിളിക്കുമ്പോ വരണം. വരുവോ? താമസിച്ച് വന്നാ വാരിത്തരത്തില്ല, നേരത്തെ വന്നാ വാരിത്തരാം. പിള്ളേരെ അന്ന് എന്തെങ്കിലും കഴിക്കാം. വാ, കഴിക്കണ്ട എന്തെങ്കിലും. ഇപ്പൊ കഴിക്കണ്ട. ഇപ്പൊ കഴിക്കണ്ട? അമ്മ പോയിക്കോ, നീലമ്മ വാരിത്തരും. ഓ, അമ്മ പോയിക്കോ. നീലമ്മ അതൊക്കെ നീലമ്മ വാരി തന്നോട്ടെ. പക്ഷെ ആദ്യം പാല് കുടിക്കണം. പാല് വേണ്ട. എന്നാ നീ നടി മേടിക്കും. ആ, കുഞ്ഞിനെ അടിച്ചാ നിന്നെ ശരിയാക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. അമ്മ ചേച്ചിക്ക് ഒരു അടി കൊടുക്കമ്മ. അയ്യോ എടി, ലജ്ജ ചേച്ചി തല്ലട കാണാൻ നോക്കിയിരിക്കുവാണല്ലേ. അവരിരുന്ന് കളിക്കട്ടെ. നീ പോ അപ്പുറത്തോട്ട്. അമ്മ ഒറ്റ റോളാണ് എല്ലാത്തിനും വഷളാക്കണം. അയ്യാടി കളിച്ചോ. ഫുഡ് എടുത്തിട്ട് വിളിക്കാം കേട്ടാ. വീഴാതെ നോക്കണേ. കുഞ്ഞു വീഴല്ലേ കേട്ടോ. കളറടിക്കാം. വന്നിട്ട് മിണ്ടാതിക്കണ. എന്താണ് ചിരിക്കുട്ട? ശരിക്ക് ശ്രീക്ക് ശ്രീകുട്ടാന്നല്ല പേരിടാണ്ട്, ചിരിക്കുട്ടാന്ന. ചിരിക്കുട്ടാതെ നല്ല പുഞ്ചിരിച്ചോണ്ട് ചിരിക്കുട്ടാന്ന് വിളിച്ചേ. അതെന്താണ് വരെ വരെ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ഗൾഫിലായിരുന്നപ്പോ ഇത്ര പ്രശ്നമില്ലായത്. പിന്നെ മരുഭൂമിയൊക്കെ അല്ലേ, ഇവിടുത്തെ പച്ചപ്പും മഴയൊക്കെ ഇങ്ങനെ കൊണ്ടപ്പം മനസ്സാകുന്ന പ്ലാവിലത്തളികയിൽ നിന്നിറ്റു വീഴും തേൻ തുള്ളികൾ. ഈ മനസ്സാകുന്ന പ്ലാവിലത്തളികയിലെ അതിൽ നിന്ന് ഇങ്ങനെ സ്നേഹത്തിന്റെ തേൻ തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അയ്യ, നല്ല ഉഗ്രം ചാളി. ഉള്ള സ്നേഹം കൂടെ കളയാതെ ശ്രീ. പിന്നെ എങ്ങനെ പറയണം? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. ഇത് അടുക്കളയാണ്. നിന്റെ കോപ്രായം കൊണ്ട് മടുത്തട്ടാ സത്യം പറഞ്ഞ. അത് തന്നെ. ഓ, ഈ അടുക്കളയിൽ നിന്ന് അളി എന്തെല്ലാം കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്റെ ഒന്നോ,
അത് പറയാണ്ടിരിക്കണേ നല്ലത്. ശരിക്കും നിന്റെ അളിയനും നിനക്കൊക്കെ ഉണ്ടല്ലോ അരപ്പിന്റെ ലൂസാ. സത്യം. സത്യം ഈ പിരിവെട്ടി കിടക്കണം ഇദ്ദേഹത്തിനാണ്. ആ അത് ഞാൻ ശ്രീയുടെ കൂടിയിട്ടാണ്. തന്നെ തന്നെ. ഇവിടെ എന്തിനാണ് ചർച്ച? എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന ചർച്ചയാണ്. അടുക്കള പ്രഭു എത്തിയേട്ടാ. എന്റെ പൊന്നമ്മ, ഈ പേരാ 2 കുരിപ്പുകൾ കേക്കല്ലേ? കേട്ട് കഴിഞ്ഞാ പിന്നെ അത് വിളിച്ചോണ്ട് നടക്കും. അമ്മ പിന്നെ അച്ഛൻ വിളിച്ചത്. ആ എന്താ പറഞ്ഞു? ഏറ്റുമാനൂരുള്ള സൈറ്റിൽ ഹെവി മഴ, അതുകൊണ്ട് പണി ക്യാൻസൽ. അച്ഛൻ ഈ സ്വന്തം വേ. ഓ നീ വന്നിട്ട് ആ ടെൻഷൻ മൊത്തം ഇവിടെ കാണിക്കും. ഹലോ, അടുക്കള പണിയുടെ ഇണക്കിലൊന്ന് മാറി തരാവോ? ചേച്ചി, അളിയെ സൂപ്പർവൈസർ കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട് അളിയന് വല്ല ബോധവും ഉണ്ടാ? എനിക്കറിയില്ല, ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, കാര്യം നമ്മൾ അച്ഛനെ കളിയാക്കുമെങ്കിലും അച്ഛനൊരു പ്രത്യേകതരം കഴിവുണ്ട്. അത് ഇപ്പൊ ഒരു വിഷയത്തിനെ പറ്റി അറിയില്ലെന്ന് വിചാരിച്ചോ, പക്ഷെ അറിയാവുന്ന പോലെ നടിക്കും. എന്നിട്ട് ആ വിഷയത്തിനെ പറ്റി പഠിച്ച് എന്തെങ്കിലൊക്കെ ചെയ്യും. എന്നിട്ട് എല്ലാം കൂടി കൊളോക്കി വെച്ച് നശിപ്പിക്കും. അല്ലമ്മ, അമ്മ അങ്ങനൊന്നും പറയണ്ട. അച്ഛൻ ഒരു ജീനിയസ് ആണ്. ആ അതേടാ, അച്ഛന് ജീനിയസ് ആവാൻ വേണ്ടി കുറെ പൈസ എന്നെ പൊട്ടിയിട്ടുണ്ട്. അതെ ചേച്ചി, ഈ ജീനിയസ്മാരുടെ ഭാര്യമാരൊക്കെ ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും. ഇരിക്കുന്നുണ്ടല്ലോ എന്റെ ഭർത്താവ്, അദ്ദേഹം ഒരു ജീനിയസ് ആണെന്നേ. അല്ലേ? ഇതുപോലെ പണ്ട് ശാർക്കര അമ്പലത്തിന്റെ അടുത്ത് ജനിച്ച ഒരാളുണ്ടായിരുന്നു. പുള്ളിക്ക് ജനിച്ച സമയത്ത് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം പറയട്ടെ പുള്ളിയെ പറ്റി. ചേച്ചി, ഇതെന്റെ അച്ഛനും അമ്മയാണേ പറയാൻ പോണ. ആന്നോ? ഡാ നിർത്തിക്കോട്ടാ, ഇനി മേലെ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. നാക്കരി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ വാ, വിശക്കുന്നു. ഫുഡ് എടുത്തോ? ഇതാരിത് കല്ലു കുഞ്ഞാണോ? കളിച്ചൊക്കെ കഴിഞ്ഞോ? കളിച്ചു കഴിഞ്ഞോ? ഇപ്പൊ വിശക്കുണ്ടോ? ലജ്ജ ഫുഡ് എടുത്തോളൂ. ഒരു പാത്രത്തിൽ മതി. അയ്യോ, ആയിക്കോട്ടെ. നിങ്ങൾ തന്നെ ഇന്നോണോ? ഒരു പാത്രത്തിൽ മതി. തന്നെ കഴിച്ചോളാന്നാ? കഴിക്കുവോ അതോ കൊണ്ടേ കളയുവോ? കളയത്തില്ല. നീ കൊടുക്ക, അവര് കഴിച്ചോളും. ചുമ്മാരോ കെട്ടിപ്പിടിച്ച്. അമ്മ നിന്നെ കാണുമ്പോ മാമ ഒന്ന് ഫ്രണ്ടിക്കും മാമ. മാമന്റെ ഷീൽഡ്. അവൻ അടിവാങ്ങുമെന്ന് പറയും. അവരെന്തെങ്കിലും ചെയ്തായിരുന്നോ കുഞ്ഞിനെ? നുള്ളിയോ? ഇടയ്ക്ക് അടിക്കാറുണ്ടോ? അടി വേണോന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? ഓ, ആരാണോ അടി വേണോന്ന് ചോദിച്ചത്? ആരാ? ഞാൻ തന്നെ ചോദിച്ചു, ഞാൻ തന്നെ അടിക്കാന്ന് വെച്ച്. അമ്മേ ഇറക്കിട്ടെ, ഇറക്കിട്ടെ. കൊണ്ടേക്കോ, കൊണ്ടേക്കോ. ഓടിപ്പോയിക്കോ. കളയാതെ കൊടുക്കേ. എന്നാ കഴിക്ക്. 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 കുഞ്ഞല്ലേ പറയുന്നേ? കാക്ക കാക്ക കാക്ക. കല്ലുമോള് കഴിച്ചില്ലെങ്കിൽ എന്നെ അമ്മയാ വഴക്ക് പറയുന്നത്. എന്നാ കഴിക്ക്. കഥ പറയാനോ? ആനയുടെ കഥയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് പണ്ട് ഒരു മുത്തശ്ശിയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് പായസം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്കിതല്ലാതെ വേറെ കഥ അറിഞ്ഞൂടാ. ഇത് കഴിഞ്ഞു. ഞാൻ മറ്റേ കളിപ്പട വന്നുണ്ട്. നമുക്ക് 2 റൂം കളിക്കാം. അത് ശരി, രണ്ടുപേരും കൂടെ കഥ പറഞ്ഞോണ്ടിരിക്കണോ? ഇങ്ങോട്ട് വരാൻ വാരിത്തരാം. വേണ്ട, ഞാൻ ഇവൾക്ക് കൊടുത്തോളാം. ഹലോ, ഒരു 2 വായെങ്കിലും. ആ കഴിച്ചല്ലേ? എടേ, നീ ഇവിടെ ഇരിക്കണോ? എന്തു പറ്റി? നമുക്കൊന്ന് എടപ്പള്ളി വരെ പോയാലോ? അവിടെ എന്താ? എടാ, എൻ്റെ ഒരു ഫ്രണ്ടേ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങി. അപ്പൊ എന്നോട് അങ്ങോട്ടൊന്ന് പോവാൻ പറഞ്ഞു. അതിന് പിന്നെ പോവാലോ. ഇവിടെ പോണ്ടേ? ഇപ്പൊ പോവാം. ഇപ്പഴാ? ഞങ്ങളും വരും. മമ്മായി, രണ്ടുപേരും നമുക്ക് നേരെ തിരിഞ്ഞല്ലോ. കൊണ്ടുവരുന്നല്ലേ, പക്ഷെ മഴ വരണം. ആ ശരിയാട്ടോ, മഴ തന്നെയാണല്ലേ. രണ്ടുപേർക്കും പിന്നെ പനിയും തുമ്മലും ജലദോഷം ഒക്കെയാണ്. അതുകൊണ്ടേ നമുക്ക് ഇന്ന് പോണ്ട, നാളെ പോവാം. ഓക്കേ, നാളെ പോവാം. ആഹാ, ഇവിടെ നിൽക്കണോ രണ്ടുപേരും? എന്തൊക്കെയോ പുതിയ കറികളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് 2 കറി ഉണ്ടാവോ? അമ്മായും ചേച്ചിയും എടപ്പള്ളിക്ക് പോകുന്നു. എടപ്പള്ളിയില്ല? അതെന്തിന്? പക്ഷെ ഇന്ന് പോണില്ല, ഇന്ന് മഴയല്ലേ. നമ്മൾ നാളെ പോവും. എവിടെ പോണ്? എടപ്പള്ളി. എൻ്റെ ഒരു ഫ്രണ്ടേ അവിടെ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങി. അപ്പൊ
അങ്ങോട്ട് പോകണം. ആണ്. അപ്പൊ പോകുമ്പോഴേ കൊച്ചിനെ കൂടി ബാക്കില് പൊക്കിട്ട് പൊയ്ക്കോ. അതൊക്കെ റിസ്ക് ആണ്. ചുമ്മാരി മറ്റേ ബാഗൊക്കെ ഇട്ടിട്ട് ആ മറ്റേ ബാഗ് ഉണ്ടല്ലോ. അല്ല രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിച്ചോണ്ടിരിക്കുക. ആ വാരി കൊടുക്കാണോ? സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വണ്ടിയുടെ കുറവുണ്ടല്ലേ. സത്യം, നമുക്കൊരു വണ്ടി എടുത്താലോ? അളിയൻ വരട്ടെ, ആലോചിക്കാം. അളിയനോട് ആലോചിച്ചാ നടന്നു തന്നെ. അപ്പൊ അച്ഛൻ അറിയാതെ വണ്ടി എടുക്കാനാ പ്ലാൻ? അതായിരിക്കും നല്ലത്. ആ അറിയാതെ എന്തെങ്കിലും ഇവിടെ ചെയ്തു നോക്ക്, അപ്പൊ അറിയാം. എല്ലാത്തിനും കുറ്റമായിരിക്കും. ചേടാ ഇതിപ്പോ അച്ഛൻ കാരണം കുറുകെ നടക്കാനും പറ്റുന്നില്ല, നേരെ നടക്കാനും പറ്റുന്നില്ലല്ലോ. അളിയൻ്റെ കൂടെ പറയാതെ വണ്ടി അങ്ങനെ മേടിച്ചാലേ ചിലപ്പോ വണ്ടിയിൽ കയറാതെ വരെ ഇരിക്കും. അതൊക്കെ ഇരിക്കും. പിന്നെ കേശു അറിയരുതോട്ടോ ഒന്നും. കുട്ടിമാമ നമുക്ക് എവിടെന്നെങ്കിലേ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒപ്പിക്കണം. നോക്കട്ടെ മോളെ. പക്ഷേ നിങ്ങളും കൂടെ സഹായിക്കണം. ഫിനാൻഷ്യലി ഞാനിപ്പോ കുറച്ച് ടൈറ്റ് ആണ്, പക്ഷെ കുഴപ്പമില്ല, ഷെയർ ഇടാം. അത് മതി. എന്ത് മിസ് കോൾ അടിച്ചോളിക്കാ? പോവണ്ടേ? അന്ന് നീ പോ, റെഡിയാവും. നമുക്കൊരു കാര്യം ചെയ്യാം, നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് റോഡിലെത്തിയിട്ട് അമ്മേനെ വിളിച്ചു പറയാം. പക്ഷേ ചേച്ചി മഴയായതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് വെച്ചിരിക്കണത്? ഒന്നുമില്ല. ഈ ഒന്നുമില്ലാതെ പറയുന്നതിന് തന്നെ ഉണ്ടല്ലോ എന്തോ. അത് നേരത്തെ ഞങ്ങൾ എടപ്പള്ളി പോണ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ പിള്ളേര് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പിള്ളേരെ കൊണ്ടുപോണ കാര്യം ഇങ്ങനെ മഴയല്ലേ? അതന്നെ ഞാനും പറഞ്ഞ, മഴയാണ്ട് ചേച്ചി സമ്മതിക്കൂല. ആ പോണ്ട. അതല്ല, പിള്ളേരെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല. ആ പിള്ളേരെ കൊണ്ടുപോണ്ടാന്ന്. എന്നാ പിന്നെ ഞങ്ങള് പോയിട്ട് വരട്ടെ. നിങ്ങൾ പോകുമ്പോ പിള്ളേരെ കൊണ്ടുപോകാറില്ലല്ലോ. അതല്ലമ്മ, ഇപ്പൊ പിള്ളേര് ഞങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞ് പുറകെ നടക്കുവല്ലേ. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വാ. അല്ല ഇറങ്ങാൻ നേരത്തെ കരഞ്ഞതിന് എന്ത് ചെയ്യും? അത് ഞാൻ അവരെ മാറ്റി നിർത്തിക്കോളാം. എപ്പോ വരും? ഒരു 2 മണിക്കൂർ. വരുവോ? അമ്മ ആ അവര് സമ്മതിച്ച്. ആര്? നമ്മുടെ കോളേജിന്റെ ആർട്സ് ക്ലബ്ബുകാര് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോണു എന്റെ ലീഡർഷിപ്പിൽ. എന്ത് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോണ്? മാമ, വെളിച്ചം, ദി ലൈറ്റ്, ഒരു കവിതാ സമാഹാരമാണ്. ഈ കവിതാ സമാഹാരത്തിൽ വലിയ വലിയ കവികളുടെ കവിതകളുണ്ടോ? അല്ല, വലിയ വലിയ കവികളുടെ കവിതയൊന്നുമില്ല, പക്ഷെ നമ്മുടെ കോളേജിലുള്ള, അതായത് കേരളത്തിലുള്ള പല പല കോളേജിലുള്ള വിദ്യാർത്ഥികളുടെ കവിതകളുണ്ട്. വെരി നൈസ്, വെരി നൈസ്. കൂടുതൽ മോന്റെ കവിതയുണ്ടോ? ഉണ്ട്. നിന്റെ കവിത ആരെങ്കിലും വായിച്ചാ? അതോ നിന്റെ കോളേജിലെ സ്വാധീനം ഉപയോഗിച്ചാ നിന്റെ കവിതകൾ അതിനകത്ത് കുത്തി കയറ്റിയതാണോ? ചേച്ചി എന്തിനു ചേച്ചി പറയണേ? ഓ, അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. ആര് പറഞ്ഞു മണമില്ല? മണമുണ്ട്. ഇവനെല്ലാരും പ്രോത്സാഹിപ്പിക്കാറുണ്ടോ ശരിക്കും? മകളെ, നീ ഡിഗ്രിക്ക് മലയാളം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് നിന്റെ ഇന്റൻഷൻ മനസ്സിലായി. അതാണ് കുട്ടുമാമൻ. മാമ, പിന്നെ ഞാൻ കേശവ് ബാലചന്ദ്രൻ തമ്പി എന്നുള്ള പേരിലല്ല കവിതയൊക്കെ എഴുതുന്നത്. പിന്നെ എനിക്കൊരു തൂലികാ നാമമുണ്ട്. എന്താണവാ തൂലികാ നാമം? പടവലൻ. പടവലൻ. എന്തായാലും ചിരിക്കണേ? എല്ലാവരുടെയും ചുണ്ടത്തൊരു ചിരി ഉണ്ടല്ലോ. കാക്കനാടൻ, കോകിലൻ. അതെ, കോവിലൻ. ഒരു വാക്കല്ലേ മാമ? കോവിലൻ. പിന്നെ അതേപോലെ തന്നെ പടവലൻ. ഒരു റാങ്കിൽ നോക്കി ഇതൊരു ക്ലാസിക് പേരാണ്. കേശു പറയുന്നതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാ, അമ്മായിക്ക് മനസ്സിലായി. പിന്നെ എന്റെ അച്ഛന്റെ വീട്ടുപേര് മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പടവലം വീട്ടിൽ കയറി പിടിച്ചേക്കണത്. അച്ഛന്റെ വീട്ടുപേരാണ് കൂടെ ചേർക്കേണ്ടിയിരുന്നത്. എന്തായാലും ശൂലൻ കുടിയൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായാണ്. ചുമ്മാടാ, നീ പൊളിയല്ലേ. അതെ, എനിക്ക് വേറെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ്. പോട്ടാ മിസ്റ്റർ പടവലൻ. പോടേ പടവലം കുട്ടൻ. ഗൗരി വാ. വീണ്ടും ഞാൻ എന്നാ പോയി. ഒന്നുമില്ല അച്ഛാ, മരുന്ന് കഴിക്കണ്ടല്ലോ അച്ഛാ. ഭക്ഷണം കഴിക്കാത്തത് ഒരു കുറച്ചാണെങ്കിലും സമയത്തിന് കഴിക്കണോ അച്ഛാ? അന്നത്തെ അച്ഛൻ മീൻ കഴിക്കണില്ല. ആ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളൊക്കെ മേടിച്ചു വല്ലപ്പോഴാണെങ്കിലും ഇടയ്ക്ക് ഇത്തിരിയെങ്കിലും കഴിക്കണ്ടേ? മരുന്ന് കഴിക്കണ്ടല്ലേ? ഓ ശരി ശരി, മരുന്ന് കറക്റ്റ് ടൈമിന് കഴിക്കണേ അച്ഛാ. ശരി ശരി.
പഴയതുപോലെ തന്നെ അല്ലേ, മരുന്ന് വാങ്ങിച്ചു വയ്ക്കും, കഴിക്കൂല. മരുന്ന് കഴിക്കില്ലാതല്ല, ഭക്ഷണം കഴിക്കണ്ടടാ. ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ചിലപ്പോ മരുന്ന് കഴിച്ചോളൂ. ഞാൻ അതാണ് അച്ഛൻ ഇവിടെ കൊണ്ട് നിർത്താന്ന് വിചാരിച്ചത്. അത് നടക്കൂല. അച്ഛൻ വരില്ല, അച്ഛൻ അവിടെ വിട്ട് പോരാനേ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പടവലത്ത് പോയെങ്കിൽ സെറ്റിൽ ആയാലും എന്ന് ആലോചിക്കുക. അവിടെ പോയി അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിപുലീകരിച്ച് നടത്തി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടാന്ന് എഴുത്തും വായനയൊക്കെ ആയിട്ടെ. ഇവൻ കുഞ്ഞിലോട്ട് പറയൂടാ, അതിൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊക്കെ പറയണം എനിക്ക് കൃഷിക്കാരനാവണമെന്ന്. നീ ആ ലൈൻ സീരിയസ് ആയിട്ട് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചാ? ഓ കൊള്ളാടാ, നല്ലത് തന്നെ. ചേച്ചി വേണ്ട കഴിഞ്ഞു വാങ്ങും. അയ്യോ വന്നോടനെ തുടങ്ങി. ഡിഗ്രി മാമ എന്തിനു പറയാൻ വന്ന? ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 3 വർഷക്കാലം നീ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കണം. ആധുനിക കൃഷി രീതിയും പരമ്പരാഗത കൃഷി രീതിയെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കണം. മണ്ണിനെ അടുത്തറിയണം. ഓക്കെ മാമ. വെരി ഗുഡ് ബ്രോ, ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക് യു. എനിക്ക് വയ്യ. ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയാൻ കാത്തിരിക്കും, അനിയത്തി അപ്പ തന്നെ കൈയടിച്ചങ്ങ് പാസ്സാകും. മോനെ, ഇതെന്നും മനസ്സിലുണ്ടാവണം കേട്ടോ. ചേച്ചിക്ക് ഓർമ്മയുണ്ടാ? പണ്ട് ഞാൻ ചേച്ചിയുടെ വിരൽത്തുമ്പി പിടിച്ചിട്ടാണ് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അല്ലേ? ഇനിയിപ്പൊ കുട്ടുമാമൻ കരയും, അത് കണ്ട അമ്മ കരയും. ഒന്നും കണ്ടു സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യേ. എന്റെ അമ്മ. പാത്രം ഒന്നും കഴുകണ്ട. അത്ര ഞാൻ കഴുകി വെച്ചായിരുന്നു. കുളിച്ചാ? ആ കുളിച്ച് ഡ്രസ്സും മാറി. എന്തേ മറിയാ, പിന്നെ അവൾ എവിടെ പോകാൻ വേണ്ടിട്ട് റെഡി ആവണമെന്ന് പറഞ്ഞ ഗൗരി? എവിടെ പോവാൻ വേണ്ടിട്ട്? എവിടെ പോകാൻ വേണ്ടിട്ട് പോണെന്ന് പറഞ്ഞു. നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇല്ല, എന്റെ അടുത്ത് പറയാറില്ല. ഇപ്പൊ നിന്റെ അടുത്ത് പറയാറുണ്ട്. ഇല്ല കുട്ടുമാമ, ഇപ്പൊ പഴയതുപോലെ എന്റെ അടുത്തൊന്നും പറയാറില്ല. ലച്ചു, ലച്ചുന്റെ വേറെ പണിയൊന്നുമില്ല. ലച്ചു അപ്പുറത്ത് എന്താണെന്ന് ചെയ്യി പോയി ലച്ചുന്റെ കാര്യങ്ങളൊക്കെ ചെല്ല്. ആ ആ എന്താടാ ലച്ചു പോ. എങ്ങോട്ടെങ്കിലും പോയാ മതിയാ? ആ എങ്ങോട്ടെങ്കിലും പോയാ. അതായത് എനിക്കൊന്ന് ജംഗ്ഷൻ വരെ ഒന്ന് പോണമായിരുന്നു. ജംഗ്ഷനിലാ പോണത്? ഞാൻ എങ്ങോട്ടെങ്കിലും പോട്ടെ ശ്രീ. അമ്മ എന്തിനു ചൂടായി വർത്താനം പറയുന്നത്? ഇടയ്ക്കായിട്ട് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ശരിയാക്കി കൊടുക്കാം. എങ്ങനെ ശരിയാക്കാന്ന്? അതൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. എങ്ങോട്ടോ പോണ്. അമ്മ ഞാൻ എന്നാ കുഴിപ്പളത്തേക്കൊന്ന് ഫോൺ ചെയ്തിട്ട് വരാവേ. അമ്മ, എനിക്ക് ചെറുതായിട്ടൊരു വിശപ്പുണ്ടോന്നൊരു സംശയം. ചെറുതായിട്ട് വിശപ്പെട്ടോന്ന് എപ്പോഴാണ് സംശയമില്ലാത്ത? ഇല്ല, ഇപ്പൊ ചെറിയൊരു സംശയം വന്നു. കഴിക്കാൻ വല്ല ഉണ്ടാവും? എന്തെല്ലാം ഉണ്ടെങ്കിൽ മതി. കഴിക്കാൻ രാവിലത്തെ വെള്ളയപ്പോ കടലക്കറിയും തീർന്നു. കടലക്കറിയുടെ ഇച്ചിരി എങ്ങാനും കാണും. ദോശമാവിരിക്കണം. വേണ്ട വേണ്ട, വാ ശിവ വാ പോ. എന്തെങ്കിലും കൊടുക്കേച്ചി അവന്? ദോശമാവുണ്ട്, ദോശ വിട്ടാൽ വേണ്ട, മാസാനം വേണ്ട വേണ്ട. ശിവ വാ പോയേക്കാം. ബിരിയാണി വേണം. ബിരിയാണി കഴിക്കണ? എന്തിനു മാമ ചോദിച്ചാ പിന്നെ? ചുമ്മാ കളിയാക്കല്ലേ? എവിടെ നിന്ന് ബിരിയാണി? ആയിക്കണ്ട്. എവിടെ മാമ? ഇത് വെച്ചോ, കയ്യിൽ വെച്ചോ. നീ പിള്ളേരായിട്ട് പോയി കഴി. സീരിയസ് ആയിട്ട് പോയി കഴിച്ചിട്ടാ? ഓ പോയി കഴിക്കി. ശിവ 2 ബിരിയാണി മേടിക്കുന്നു, പിന്നെ കുറച്ച് സ്വീറ്റ്സ് മേടിക്കുന്നു. ഓക്കെ? അത് മതി. അതെ, പിള്ളേര് കാണാണ്ട് പോവാ. എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. അറിഞ്ഞൂടെ പോയിക്കാം. പിള്ളേര് പുറത്തു തന്നെ ഇരിക്കണല്ലോ. അതെന്താ അവരവിടെ ഇരിക്കണം? നമുക്കൊരു കാര്യം ചെയ്താലാ? കിച്ചൺ വഴി പുറകെ കൂടെ അങ്ങ് പോവാം. അപ്പുറത്തെ റോട്ടിലേക്ക് തുടങ്ങി മതിലി കണ്ട വരും. അത് കുഴപ്പമില്ല. എന്നാ നില്ല ഒരു മിനിറ്റ്. നീ മേലോട്ട് എറിയട്ടെ? അങ്ങോട്ടൊക്കെ പോന്ന്. നീ കല്ലു പറഞ്ഞു. അങ്ങോട്ടൊക്കെ പോലെ ഇനിയിപ്പോ മതിലാടി പോലെ തന്നെ രക്ഷയുള്ളൂ. വേറെ ഓപ്ഷൻ ഒന്നും ഞാൻ കാണുന്നില്ല. മതില് ചാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാൻ സാരി ഉടുത്തേക്കാണെന്ന് ഇപ്പോഴാണ് ഓർത്തത്. ചാടാൻ ഊരി പോതാണ്. വേറെ എവിടെ കൂടെ പോയാലോ? വേറെ ഏത് വഴി പോകാനാണ്? ഇപ്പൊ ഇവരകത്ത് കയറിയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ? അയ്യോ, അവിടെ പോയി വാ എന്തെങ്കിലും ചെയ്യാം. കണ്ടെന്നാണ് തോന്നണം.
വാ. അമ്മായി പിള്ളേരുടെ കണ്ണ് വെട്ടിച്ച് ഇവിടുന്ന് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. മര്യാദയ്ക്ക് ഇറങ്ങിയോ ചേച്ചി അമ്മായി? മര്യാദയ്ക്ക് ഇറങ്ങിയോ? കൊട്ടുമാമാ, കൊട്ടുമാമാ. ഇതൊന്ന് കണ്ടാ അതിന്റെ അകത്ത് കയറി കൂട്ടിയിരിക്കുന്നു. രണ്ടുപേരും കൂടെ കൂട്ടിയിരുന്നൊന്നുമില്ല, ഞങ്ങളിങ്ങനെ വന്നപ്പോ റൂമിൽ. ഓ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒളിച്ചിരിക്കായിരുന്നു നിന്റെ അകത്ത്. പിടിക്കപ്പെട്ടു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങൾ പിടിക്കപ്പെട്ടു. പോവാൻ പറ്റൂല. ഇല്ല അമ്മായി ആര് വിടുന്നു? വിടണോ? വിടണോ? ചേച്ചി പറ, ചേച്ചി പറ, വിടണോ? ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നേ. വിടൂല. ഞാൻ കടിക്കുവാ, സത്യം കടിക്കും. കടി പറ്റൂ, കടി കടി. പിള്ളേരെ പറ്റിച്ച് പോവാൻ നോക്കണം. പിള്ളേരെ പറ്റിച്ചതല്ല, മഴ കാരണം കൊണ്ടുപോവാത്തെ. മഴയാണെങ്കിൽ എന്താണ് കൊച്ചുകളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ? മഴ വരാണെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറന്റിലോട്ട് കയറിയാ പോരെ? എന്നിട്ട് ഒരു വല്ല ഓട്ടോ ടാക്സി എന്തെങ്കിലും വിളിച്ചൊക്കെ പോവാ. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഞാനും അമ്മായി പോയിട്ട് വരത്തില്ലേ? ഇവിടെ വിട വിട പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. പോയിക്കോ. ഇതാ പക്ക. ഇവരെയും കൊണ്ടാ? ഇവരെയും കൊണ്ട് പോണം. പോയിട്ട് വാ. പോവാം. സന്തോഷായില്ലേ അമ്മായി? അമ്മായിമാര് പോയിട്ട് വാ. ലക്ഷ്മേ